ചതിക്കു പിന്നിൽ മരുമകളും അനുജത്തിയുമെന്ന് വ്യാജ LSD സ്റ്റാമ്പ് കേസിൽ ഇര ഷീല സണ്ണി വിരുന്നുകാരായി എത്തിയവർ ചതിച്ചു. യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയ എക്സൈസ് നടപടി സ്വാഗതാർഹം. എന്തിനു വേണ്ടിയാണ് തന്നെ വ്യാജ കേസിൽ കുടുക്കിയതെന്ന് കൂടി അറിയേണ്ടതുണ്ടെന്നും ഷീല സണ്ണി പറഞ്ഞു. അതെ, നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുന്നു. നമ്മുടെ റൂം കിടക്കാൻ കൊടുത്തു, നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല. പക്ഷേ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണം. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നത്. അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്ത് എത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ റൂമിൽ കടന്നു. അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്, ആരാ ചെയ്തത്. എനിക്കൊരു ഉത്തരമില്ല, എന്തിനു വേണ്ടിയാണ് എനിക്കും ഉത്തരമില്ല. എനിക്ക് അവരോട് ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അവർക്ക് എന്നോട് എന്ത് കാരണത്തിനാണെന്ന് എനിക്കും മനസ്സിലാവണില്ല. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ ചതിക്ക് പിന്നിൽ തന്നെ ചതിച്ചതിന് പിന്നിൽ മരുമകളും അനുജത്തിയും എന്നാണ് ഈ ഷീല പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഷീല സൂചിപ്പിച്ചിരിക്കുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്? കെ.ബി. ഈ മയക്കുമരുന്ന് കേസിൽ പ്രതിയെന്നാരോപിച്ച് 72 ദിവസമാണ് ഷീല സണ്ണി എക്സൈസ് തലത്തിൽ പിടികൂടി ജയിലിലടച്ചത്. അതിലൊക്കെ തന്നെ പിന്നീട് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണദാസിനെ കൂടെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഷീല സണ്ണിയുടെ അനിയത്തിയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു യുവതിയെ കൂടെ പ്രതി ചേർത്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിലൊരു ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ചതിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും ഷീല സണ്ണിക്ക് പിടികിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ചതിക്ക് പിന്നിൽ മരുമകളും അനുജത്തിയുമാണെന്ന് വ്യക്തമായി തന്നെ ഷീല സണ്ണി പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ തന്റെ കൈകൊണ്ട് വച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം തന്നെ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും ഈ മരുമകളും അനിയത്തിയും തലേ ദിവസം ഈ വീടിന് പുറകിൽ ഏറെ നേരം സംസാരിച്ചു നിന്നതായും ഷീല സണ്ണി പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ തലേ ദിവസം നടന്നത് ഗൂഢാലോചനയെന്ന് ഇപ്പോഴാണ് ഷീല സണ്ണിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ തന്റെ മുറിയിൽ കിടന്നിരുന്നവരാണ്. താൻ അറസ്റ്റിലാകുന്നതിന്റെ തലേ ദിവസം ഇരുവരും തന്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നതെന്നും ഷീല സണ്ണി പറയുന്നത്. ഈ സ്കൂട്ടറിൽ നിന്നാണ് 12ഓളം LSD സ്റ്റാമ്പുകൾ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. ഈ യഥാർത്ഥ പ്രതിയെ ഇപ്പോൾ കണ്ടെത്തിയ എക്സൈസ് നടപടി സ്വാഗതാർഹം എന്ന് തന്നെയാണ് ഷീല സണ്ണി പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. ആ സംഭവം ഈ ജയിലിൽ കിടന്ന 72 ദിവസങ്ങളും വലിയ തരത്തിൽ ഈ ഷീല സണ്ണി അപമാനിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം തിരിച്ച് നാട്ടിലെത്തിയപ്പോഴും ജാമ്യം കിട്ടിയപ്പോഴും ഒക്കെ വലിയ തരത്തിൽ അപമാനിതയായ ഈ ഷീല സണ്ണി പിന്നീടാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടായതിനു ശേഷമാണ് തന്റെ ബ്യൂട്ടി പാർലറൊക്കെ തുറന്ന് ഇപ്പോൾ പുതിയൊരു ജീവിതത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഈ ഫെബ്രുവരി 27-ാം തീയതി കഴിഞ്ഞ വർഷം സ്കൂട്ടറിൽ നിന്നും ഇത്തരത്തിൽ 12ഓളം LSD സ്റ്റാമ്പുകൾ കണ്ടെത്തി. തുടർന്നാണ് അതിൽ പകച്ചു നിൽക്കുകയായിരുന്നു ഷീല സണ്ണി. എന്ത് പറയണമെന്ന് പോലും അറിയാതെ താൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടും അന്ന് തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. എന്തായാലും ബാംഗ്ലൂരിൽ ബിസിനസ് ഉള്ള ഒരു നാരായണദാസിനെ കൂടെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഷീല സണ്ണിയുടെ അനിയത്തിയുടെ സുഹൃത്തായിട്ടുള്ള യുവതി കൂടെയുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷീല സണ്ണി ഗൾഫിലേക്ക് പോകാനിരുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്തേക്ക് പോകാൻ ഒരു അഭിമുഖം കൂടെ ബാക്കി ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു കേസ് വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് മുടക്കാനാണോ ഇത് ചെയ്തതെന്നുള്ള കാര്യവും വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ ഷീല സണ്ണിക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാമെങ്കിലും ആ കറുത്ത ദിനങ്ങൾ ഇപ്പോഴും ഷീല സണ്ണി ഓർത്തെടുക്കുകയാണ്. കെ.പി. വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും മനോജ് നൽകിയത്.